സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 ആയിട്ടുള്ള ഹൈറ്റ്സ് ഓഫ് ഹാർമോണി എന്ന് പറയുന്ന യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ്. അതിലെ ഫൈനൽ ചാപ്റ്ററാണ്. ഇതൊരു 1 ആക്ട് പ്ലേ ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ഹൈറ്റ്സ് ഓഫ് ഹാർമണി എന്ന് പറയുന്ന യൂണിറ്റിലെ 3rd ചാപ്റ്റർ, ദ ഹവർ ഓഫ് ട്രൂത്ത്. 1 ആക്ട് പ്ലേ ആണ് ഈ ഹവർ ഓഫ് ട്രൂത്ത്. 1 ആക്ട് പ്ലേ എന്ന് വെച്ചാൽ നോർമലി ഒരു സിംഗിൾ ഷോർട്ട് ടൈം പീരിയഡിനുള്ളിൽ ഒരു സിംഗിൾ ഡ്രാമറ്റിക് സിറ്റുവേഷനെ ഫേസ് ചെയ്തിട്ടുള്ളതായിരിക്കും 1 ആക്ട് പ്ലേ എന്ന് പറയുന്നത്. അതേപോലെ ഒരു സിംഗിൾ തീമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് 1 ആക്ട് പ്ലേ എന്ന് പറയുന്നത്. ഈ സിംഗിൾ പ്ലേയിലൊക്കെ ഒന്നോ അതിൽ കൂടുതലോ രംഗങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് 1 ആക്ട് പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഹവർ ഓഫ് ട്രൂത്തിലോട്ട് കിടക്കാം. ദ ഹവർ ഓഫ് ട്രൂത്ത് ബൈ പെർസിവിയൽ വൈൽഡ്. അപ്പോൾ നമുക്ക് ആക്ടിലോട്ട് കിടക്കുന്നതിന് മുമ്പ് റൈറ്ററിൻ്റെ ഒരു പ്രൊഫൈൽ നോക്കാം. Percival Wilde, 1887 to 1953, was known for his plays and detective stories. അപ്പോൾ മെയിൻ ആയിട്ടുള്ളത് പ്ലേസും അതേപോലെ ഡിറ്റക്റ്റീവ് സ്റ്റോറീസും ആണ്. അതേപോലെ ബോൺ ചെയ്തിട്ടുള്ളത് 1887 He also received book for newspapers. Some of his famous works are Brothers, Little Short and First is Last. ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് കേട്ടോ. Then next, The Hour of Truth is from the volume entitled A Question of Morality and Other Plays. അപ്പോൾ Hour of Truth എന്നുള്ള ഈ ആക്ട് എടുത്തിട്ടുള്ളത് ഈ A Question of Morality and Other Playsൽ നിന്നാണ്. This play is a striking psychological study on the corrupting influence of money on a people. അപ്പോൾ ഈ പ്ലേ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യർ മണിനെ എത്രത്തോളം മണി മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം മണി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് മനുഷ്യരുടെ ജീവിതത്തിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട് എന്നുള്ളൊരു ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഈ പ്ലേയിലൂടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലേയിലോട്ട് കിടക്കാം. Reflect. Here is a play in which the protagonist, who is really true to himself and conscious, struggles to keep to his truthful ways of life. അപ്പോൾ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാരക്ടർ. ഇവിടെ ഈ മെയിൻ ക്യാരക്ടർ നല്ല സത്യവാനായിട്ടുള്ള ഒരാളാണ്. അയാൾ സത്യസന്ധത നിലനിർത്താൻ അയാളുടെ ജീവിതകാലം സത്യസന്ധത നിലനിർത്താൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഹി ആൾസോ പ്രൂവ്സ് ദാറ്റ് ട്രൂത്ത് വിൽ പ്രിവെയിൽ ഇൻ ദി എൻഡ്. അപ്പോൾ അയാൾ പ്രൂവ് ചെയ്യുന്നുണ്ട് സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ നമുക്ക് പ്ലേയിലോട്ട് കിടക്കാം. ദ ഹവർ ഓഫ് ട്രൂത്ത്, പെർസിവൽ വൈൽഡ്. അപ്പോൾ ക്യാരക്ടേഴ്സിന്റെ പേര് പറയാണ്. റോബർട്ട് ബാൾഡ്വിൻ ആണ് ഇതിലെ മെയിൻ ക്യാരക്ടർ കേട്ടോ. മാർത്ത ഹിസ് വൈഫ്, മാർത്ത വൈഫാണ്. ജോൺ ഹിസ് സൺ, ജോൺ മകനാണ്. ഇവി ഹിസ് ഡോക്ടർ, ഇവി മകളാണ്. മിസ്റ്റർ മാർഷൽ, എ മെയ്ഡ്, ഒരു മെയ്ഡും മിസ്റ്റർ മാർഷലും. ഇവരൊക്കെയാണ് ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ്. ദ സീൻ അറ്റ് ബാൾഡ്വിൻസിന്റെ വീട്ടിൽ നടക്കുന്ന സീൻസ് ആണ് ഇതിൽ ഫുള്ളുള്ളത്. അപ്പോൾ അത് നോക്കാം. സീനിലോട്ട് എടുക്കാം. സീനിന് മുമ്പ് ഒരു ഇൻട്രഡക്ഷൻ തരികയാണ്, എങ്ങനെയൊക്കെയാണ് ആ സീന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത്. It is rather hot and sultry Sunday afternoon, and the sun overhead and the baked clay underfoot are merciless. അപ്പം എന്താണ് പറയുന്നത്, ഭയങ്കര ചൂടും അതേപോലെ വരണ്ട കാലാവസ്ഥയായിട്ടുള്ളൊരു സൺഡേ ആഫ്റ്റർനൂണിലാണ് സീന് നടക്കുന്നത്. അവിടെ സണ്ണ് ഓവർഹെഡിലും സൂര്യപ്രകാശം തലക്ക് മുകളിലും അതേപോലെ ബേക്ക്ഡ് ഏറ്റവും ചൂടുള്ള ക്ലേ മണ്ണ് താഴെയും ആയിട്ടാണ് കിടക്കുന്നത്. മെർസിലിസ് എന്ന് വെച്ചാൽ കരുണയില്ലാത്ത അത്രയും ചൂടാണെന്നാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇൻ ദി ഡിസ്റ്റൻസ് ലോവറിംഗ് ക്ലൗഡ്സ് ഗീവ്സ് പ്രോമിസ് ഓഫ് കമ്മിങ് റിലീഫ്. അപ്പോൾ ദൂരോട്ട് നോക്കുമ്പോൾ മേഘങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. ആ മേഘങ്ങൾ എന്താണ്, ഒരു ആശ്വാസം, റിലീഫ് പറഞ്ഞാൽ ആശ്വാസം തരുന്നുണ്ട്. എന്താണ്, ഒരു മഴ പെയ്യും എന്നുള്ളൊരു ഫീൽ തരുന്നുണ്ട്. ആൻഡ് അറ്റ് ദി പാർലർ വിൻഡോ ഓഫ് എ ട്രിം ലിറ്റിൽ കോട്ടേജ് ദ ബാൾഡ്വിൻസ് ഫാമിലി ഈസ് ആങ്ഷ്യസ്ലി അവൈറ്റിംഗ് ദി റിട്ടേൺ ഓഫ് ഇറ്റ്സ് ഹെഡ്.
അപ്പം എന്താ ബാൽവിന്നിൻ്റെ ആ ചെറിയ കോട്ടേജിൽ അവരുടെ ഫാമിലി എല്ലാവരും ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയാണ്. ആരെ? ഹെഡ് ഇവിടെ ആരാണ്? ബാൽവിന്നിനെ കാത്തിരിക്കുകയാണ് എല്ലാവരും. ജോൺ ദ സൺ ആൻ ആവറേജ് യങ് മാൻ ഓഫ് 27 ഈസ് സ്മോക്കിംഗ് എ പൈപ്പ് ആസ് ഫിസിയോളജിക്കലി ആസ് ഇഫ് ദിസ് ഡേ were in no white more momentous than any other. അപ്പോൾ ബാൽഡ്വിനിൻ്റെ മകൻ ജോൺ എന്താണ് 27 ഇയേഴ്സ് ആണ് ജോൺ ആയിട്ടുള്ളത്. ജോൺ എന്താ സിഗരറ്റ് വലിച്ചുകൊണ്ട് സ്മോക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ലൈക്ക് എന്താ പറയണത്, ലൈക്ക് അതൊരു സുപ്രധാനമായ എന്തോ സംഭവം അവിടെ നടക്കുന്ന പോലെ. ബട്ട് ഹിസ് മദർ trying to compose herself with her knitting has made little progress in the last ഹാഫ് ഹവേഴ്സ്. അപ്പോൾ മദർ എന്താണ് തുന്നിയോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഹവറായിട്ട് ഒരു കുറച്ച് മണിക്കൂറുകളായിട്ട് ഒരു പ്രോഗ്രസ് ഉള്ള തുന്നുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവി ഹിസ് സിസ്റ്റർ ടേക്സ് നോ പെയിൻ ടു കൺസീൽ ഹർ നെർവസ്നെസ്. ഇവി ഭയന്ന് ഇരിക്കുകയാണ്. ഇവി എന്ന് പറയുന്ന സിസ്റ്റർ ഭയന്നുകൊണ്ട് ഇരിക്കുകയാണ്. There is a tense pause. It seems as if none of them like to break the silence. For the 10th time in 10 minutes, Evie goes to the window and look out along the sultry road. അപ്പോൾ അവിടെ ഭയങ്കര ടെൻഷനായിട്ടുള്ളൊരു സീനാണ് നടക്കുന്നത്. അപ്പോൾ ഇവി വിൻഡോക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വിൻഡോൻ്റെ അവിടെ പോയിട്ട് നോക്കുന്നുണ്ട്, ആ റോട്ടിലോട്ട് നോക്കുന്നുണ്ട്. അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പ്ലേയിലോട്ട് കിടക്കുകയാണ് കേട്ടോ. മാർത്ത, ഇറ്റ്സ് ടൈം ഹി വാസ് ഹോം. അല്ലേ, അച്ഛൻ എത്താൻ സമയമായല്ലോ. ഇവി, യെസ് മദർ. അതെ, ശരിയാണ് അമ്മേ. മാർത്ത, ഐ ഡു ഹോപ്പ് ഹി ഹാസൻറ്റ് ഫോർഗോട്ടൺ ഹിസ് അംബ്രല്ല. ഹി ഹാസ് സച്ച് എ ഹാബിറ്റ് ഓഫ് ലീവിങ് ഇറ്റ് ബിഹൈൻഡ് ഹിം. അപ്പോൾ മാർത്ത അമ്മ പറയാണ്, അച്ഛന് കുട മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കുട മറക്കുന്നൊരു സ്വഭാവം ഉണ്ട് അച്ഛന്. അപ്പോൾ ഇവി, യെസ് മദർ. ഇല്ല മദർ, അവിടെ കുട എടുത്തിട്ടുണ്ടെന്നാണ്. മാർത്ത, ഇറ്റ് മൈറ്റ് റെയിൻ. ഡോണ്ട് യു തിങ്ക് സോ ഇവി? അപ്പോൾ മാർത്ത പറയാണ്, നോക്ക് ഇവി, മഴ വരാൻ ചാൻസ് ഉണ്ട്, നിനക്ക് തോന്നുന്നുണ്ടോ? ദെൻ നെക്സ്റ്റ്, വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ആൻ ആൻസർ ഷീ ഗോസ് ടു ദി വിൻഡോ ആൻഡ് ലുക്ക് ഔട്ട് ആങ്ഷ്യസ്ലി. ദ സ്കൈ ഈസ് സോ ഡാർക്ക്. ഷീ സ്റ്റാർട്ട്സ്. ദർ വാസ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്. ജോൺ റൈസസ്. അപ്പം എന്താണ് മാർത്ത അത് പറഞ്ഞതിന് ശേഷം ഇവി വേഗം ചെന്ന് നോക്കുകയാണ് വിൻഡോൻ്റെ അവിടെ പോയി നോക്കുകയാണ്. അപ്പോൾ എന്താണ്, സ്കൈ ഭയങ്കര ഡാർക്കാണ്, അതേപോലെ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് ഉണ്ട്, അതായത് അവിടെ മിന്നൽ വരുന്നുണ്ട്. ജോൺ റൈസസ് slowly moves to a center table and knocks the ashes out of his pipe. His mother turns to him. John, run into your father's room and see that his windows are closed. That's a good boy. അപ്പോൾ എന്താണ്, ജോണ് എണീറ്റിട്ട് എന്താ പറയുക, ആ പൈപ്പത്തെ ആഷസ് ചാരം കളയാൻ വേണ്ടിയിട്ട് എണീറ്റു. അപ്പം മദർ ജോണിനോട് നോക്കിയിട്ട് പറയാണ്, ജോൺ ഫാദറിൻ്റെ റൂമിൽ പോയി നോക്ക്, ആ വിൻഡോസൊക്കെ ക്ലോസ് ആണോ എന്ന് നോക്ക് പറയുന്നുണ്ട്. ജോൺ, റൈറ്റ്, ഓ ഈ ഗോസ്. അങ്ങനെ ജോൺ ഓക്കെ പറഞ്ഞിട്ട് പോയി നോക്കുകയാണ്. ഇവി ആഫ്റ്റർ എ പോസ്, മദർ, ദർ ഈസ് നോ ആൻസർ. മദർ. അപ്പോൾ ഇവി പോസ് ചെയ്തിട്ട് അമ്മേ വിളിക്കുമ്പോൾ ആരും നോക്കുന്നില്ല, പിന്നെ അമ്മയെന്ന് വിളിക്കുകയാണ്. മിസ്സസ് ബാൾഡ്വിൻ ടേൺ സ്ലോലി. അപ്പോൾ ബാൾഡ്വിൻ എന്താ പറയുക, ഇപ്പോൾ അമ്മ തിരിഞ്ഞു നോക്കുകയാണ്. വാട്ട് ഡസ് മിസ്റ്റർ ഗ്രീഷം വാണ്ട്സ് വിത്ത് ഹിം? ഹാസ് ഹി ഡൺ എനിത്തിങ് റോങ്? എന്നിട്ട് ഇവി കണ്ടിന്യൂ ചെയ്യാണ്, അമ്മയെന്ന് വിളിച്ചിട്ട് ഇനി ചോദിക്കുകയാണ്, ഗ്രീഷത്തിന് എന്താണ് വേണ്ടത്? എന്തിനാണ് ഗ്രീഷം അച്ഛനെ വിളിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാർത്ത പ്രൗഡ്ലി, യുവർ ഫാദർ? നോ ഇവി. മാർത്ത പ്രൗഡായിട്ട് പറയാണ്, നിങ്ങളെ ഫാദറിൻ്റെ അടുത്തുനിന്ന് മിസ്റ്റേക്കോ? ഇല്ല ഇവി. ഇവി, ദെൻ വൈ ഡിഡ് മിസ്റ്റർ ഗ്രീഷം സെൻഡ് ഫോർ ഹിം? പിന്നെ എന്തിനാണ് ഗ്രീഷം അച്ഛനെ വിളിച്ചത്? മാർത്ത, ഹി വോണ്ട് ടു ടോക്ക് ടു ഹിം. എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. വാട്ട് അബൌട്ട്? മിസ്റ്റർ ഗ്രീഷം ഹാസ് ബീൻ അറസ്റ്റ്. They are going to try him tomorrow. What can he want with father? അപ്പോൾ ഇവ പറയാണ്, ഗ്രീഷത്തിന് നാളെ അറസ്റ്റ് ചെയ്യല്ലേ, പിന്നെ എന്താണ് ഫാദറിൻ്റെ അടുത്ത് നിന്ന് ഗ്രീഷത്തിന് കിട്ടാനുള്ളത്? മാർത്ത, യുവർ ഫാദർ വിൽ ഹാവ് ടു ഗീവ് എവിഡൻസ്. നിങ്ങളുടെ ഫാദറിന് എവിഡൻസ് കൊടുക്കാനുണ്ട്, അതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട് മാർത്ത. ഇവി,
but he is going to give evidence against Mr. Grisham. Why should Mr. Grisham want to see him? അപ്പോൾ ഗ്രീഷത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടല്ലേ അച്ഛന് മൊഴി കൊടുക്കാൻ പോകുന്നത്, എവിഡൻസ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ എന്തിനാണ് ഗ്രീഷത്തിന് അച്ഛനെ കാണേണ്ട ആവശ്യം? I don't know, Evie. You know your father doesn't say much about his business affairs, she pauses. അപ്പോൾ മാർത്ത ഇവിനോട് പറയാണ്, എനിക്കറിയില്ല മോളെ, ഫാദർ ബിസിനസിന്റെ കാര്യങ്ങളൊന്നും ഫാദർ ഞാനോട്ട് ഡിസ്കസ് ചെയ്യില്ല, നിനക്കറിയില്ലേ. I don't know there was anything wrong with bank until I saw it in the paper. ബാങ്കിൽ പ്രശ്നങ്ങളുള്ളത് പോലും എനിക്കറിയില്ല, പേപ്പറിൽ അത് കണ്ടപ്പോൾ മാത്രമാണ് ഞാനും അറിയുന്നത്. യുവർ ഫാദർ വുഡിൻ ടെൽ മീ ടു ഡ്രോ മൈ മണി ഔട്ട്, ഹീ തോട്ട് ഇറ്റ് വാസ് ഇൻ ലോയൽ ടു മിസ്റ്റർ ഗ്രേഷം. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പൈസ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്ത പൈസ എനിക്ക് വിഡ്രോ ചെയ്യായിരുന്നു. നിങ്ങളുടെ അച്ഛൻ വിചാരിക്കുന്നത് അത് ഗ്രേഷത്തിനോട് ചെയ്യുന്ന എന്തോ മോശമാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവി നോട്ട്സ്, ഇവി തല ആട്ടുന്നുണ്ട് ഇത് കേട്ടിട്ട്. I did it of my own account against his wishes when I suspected. Then Evie, after a pause, do you think that father has anything to do with? She does not like to say it. അപ്പോൾ ഒരു പോസ് ചെയ്തിട്ട് ഇവി പറയാണ്, ഫാദറിന് ഇതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെ അവൾ അവിടെ നിർത്തുന്നുണ്ട്, മുഴുവനാക്കുന്നില്ല ചോദ്യം. മാർത്ത, with the wrecking of the bank, you know him better than that, Evie. അപ്പോൾ wrecking എന്ന് വെച്ചാൽ തകർക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ബാങ്കിന്റെ പ്രശ്നത്തിലോ അച്ഛനോ, നിനക്കറിയില്ല അച്ഛനെ, അങ്ങനെയാണ് അവിടെ പറയുന്നത്. ഇവി, ബട്ട് ഡിഡ് ഹി നോ വാട്ട് വാസ് ഗോയിങ് ഓൺ? യു നോ വാട്ട് ദ പേപ്പർ ആർ സേയിങ്. അപ്പോൾ ഇവി അമ്മനോട് ചോദിക്കുകയാണ്, അച്ഛന് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലേ? പേപ്പറുകളിലൊക്കെ കണ്ടില്ല, എന്തൊക്കെയാ അവർ പറയുന്നത്. മാർത്ത, ദേ ഹാവിൻ ബീൻ ഫെയർ ടു ഹിം, ഇവി. അച്ഛനോട് അവർ ഒരിക്കലും ഫെയർ ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് മാർത്ത. നെക്സ്റ്റ് ഇവി, perhaps not, but they said he must have been a fool not to know. They said that only he could have known, he and Mr. Grisham. Why didn't he stop it? ഫാദറിന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ ഫാദർ ഫൂളാണ് അവർ പറയുന്നിട്ടില്ല. അതായത് പത്രക്കാര് ആരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇത് ഗ്രീഷത്തിനും അതേപോലെ ഫാദറിനും മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിയുക. എന്തുകൊണ്ട് ഇത് അറിഞ്ഞിട്ടും അച്ഛൻ ഗ്രീഷത്തിനെ എതിർത്തില്ല എന്ന് പറയുന്നുണ്ട്. മാർത്ത, ഹി വാസ് ആക്ടിങ് അണ്ടർ മിസ്റ്റർ ഗ്രീഷംസ് ഓർഡർ. അപ്പോൾ നമ്മളെ അച്ഛന് ഗ്രീഷത്തിന്റെ ഓർഡർ അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. ഇവി കണ്ടംപ്റ്റസ്ലി, മിസ്റ്റർ ഗ്രീഷംസ് ഓർഡർ, ഡിഡ് ഹി ഹാവ് ടു ഫോളോ ദം? ഗ്രീഷത്തിന്റെ ഓർഡറോ അത് അച്ഛന് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മാർത്ത, ആഫ്റ്റർ എ പോസ്, Evie, I don't believe your father ever did a wrong thing in his life. Not if he know it was wrong. He found out by accident, found out what Mr. Grisham was doing. അപ്പം മാർത്ത പറയാണ്, ഞാൻ ഒരിക്കലും നിങ്ങളുടെ അച്ഛന് ലൈഫിൽ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. നോട്ട് ഇഫ് ഹി നോ ഇറ്റ് വാസ് റോങ്, അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അച്ഛൻ ചെയ്യില്ല. ഹി ഫൗണ്ട് ഔട്ട് ബൈ ആക്സിഡന്റ്, അത് യാദർച്ഛികമായി അച്ഛൻ കണ്ടെത്തിയതാണ് ഗ്രേഷം ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇവി, ഹൗ ഡു യു നോ ദാറ്റ്? ഇവി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ അതറിയാം? ഐ ഡോണ്ട് നോ ഇറ്റ്, ഐ സസ്പെക്ട് ഇറ്റ്, സംതിങ് ഹി സെഡ് ഈഗർലി. മാർത്ത പറയാണ്, എനിക്കറിയില്ല. ഐ സസ്പെക്ട് ഇറ്റ്, സസ്പെക്ട് എന്ന് വെച്ചാൽ സംശയിക്കുന്നു, ഞാൻ അങ്ങനെ സംശയിക്കുന്നു. അച്ഛനെ അറിഞ്ഞിട്ട് ആക്സിഡന്റ് ആയിട്ടാണ് അറിയുന്നതെന്ന് ഞാൻ സംശയിക്കുന്നു. യു സീ ഇവി, ഹി കനോട്ട് ഹാവ് ഡൺ എനിത്തിങ് റോങ്, ദേ ഹാവിൻ ഇൻഡിക്റ്റഡ് ഹിം. ഇവനോട് പറയാണ്, എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ദേ ഹാവിൻ ഇൻഡിക്റ്റഡ് ഹിം, അവര് ഇൻഡിക്റ്റഡ് എന്നാണ് കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ, അതായത് അച്ഛനാരും കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് പറയുന്നത്. ഷോർട്ട്ലി, I met the assistant cashier yesterday. അപ്പോൾ ജോൺ പറയാണ്, ഞാൻ അസിസ്റ്റന്റ് കാഷ്യറിനെ ഇന്നലെ കണ്ടിരുന്നു. ഇവി, ഡൊണോവാൻ. ജോൺ is Donovan. I saw him up at the athletic club. അപ്പോൾ ഡൊണോവാനെ അത്ലറ്റിക് ക്ലബിൽ നിന്ന് ഇന്നലെ കണ്ടിരുന്നു. He said that nobody had any idea that there was anything wrong until the crash came. അപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ച്, ഈ തകർച്ചനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഡൊണോവാൻ ഹാഡ് ബീൻ there 8 years. അവര് അവിടെ 8 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. He thought he was taken care of for the rest of his life.
ഡൊണോവൻ വിശ്വസിച്ചു ഇനി ഈ ഒരു റെസ്റ്റ് ഓഫ് ദി ലൈഫ്, ഈ ഒരു ജീവിതകാലം മുഴുവൻ ഈ ജോബ് മതി എന്ന് വിശ്വസിച്ചിരുന്നു. ഈ ഹാഡ് ഗോട്ട് മാരീഡ് ഓൺ ദി സ്ട്രേറ്റ് ഓഫ് ഇറ്റ്, അത് വിശ്വസിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. ആൻഡ് ദെൻ വൺ മോർണിംഗ് ദർ വാസ് എ സൈൻ അപ്പ് ഓൺ ദി ഡോർ. അപ്പോൾ ഒരു മോർണിംഗ് നീറ്റ് നോക്കുമ്പോൾ ഡോറിന് മുമ്പിൽ ഒരു സൈൻ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ. അത് ഭയങ്കര ഷോക്കായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദർ വാസ് എ സൈൻ അപ്പ് ഓൺ ദി ഡോർ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ജോലിക്കൊരു അന്ത്യം വന്നു ഇവിടെ നിന്ന്. അതൊരു ഷോക്ക് പോലെ ആയി ഫീൽ ചെയ്തു ഡൊണോവാന് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇവി ആൻഡ് ഫാദർ നോ ജോൺ ഹി സെഡ് ദ ഗവർണർ മസ്റ്റ് ഹാവ് നോൺ. അപ്പോൾ ഡൊണോവൻ പറഞ്ഞത് ഗവർണറിന് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയാവുന്നുള്ളൂ. ഹി വിൽ സ്വയർ നോബഡി എൽസ് ഡിഡ്, വേറെ ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ജോൺ ഹി സെഡ് ദ ഗവർണർ മസ്റ്റ് ഹാവ് നോൺ. അപ്പോൾ ഡൊണോവൻ പറഞ്ഞു ഗവർണറിന് ഇത് ശരിക്കും അറിയാമായിരുന്നു. ഗവർണർ ഇവിടെ ജോണിന്റെ ഫാദറാണ് കേട്ടോ, ബാൾഡ്വിൻ ആണ് ഗവർണർ. ഹി വിൽ സ്വയർ നോബഡി എൽസ് ഡിഡ്. അപ്പോൾ ഡൊണോവൻ സ്വയർ ചെയ്തു, വേറെ ആരും അല്ല ഇത് ചെയ്തത്. യു സീ ഫാദർ വാസ് ക്ലോസർ ടു ഗ്രേഷം ദാൻ എനി വൺ എൽസ്. നിങ്ങൾക്കൊക്കെ അറിയാലോ നിങ്ങളുടെ ഫാദർ ഗ്രേഷമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു, ബാക്കിയുള്ള ഇതിലാരൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. ദാറ്റ് പുട്ട് ഹിം ഇൻ എ നൈസ് പൊസിഷൻ. അതുകൊണ്ടാണ് നല്ലൊരു പൊസിഷനിൽ ഫാദറിനെ ഇട്ടത്. ഡസന്റ് ഇറ്റ്, അങ്ങനെയല്ലേ? മാർത്ത വാട്ട് ഡു യു മീൻ ജോൺ? അപ്പൊ നീ എന്താ ഉദ്ദേശിക്കുന്നത് ജോൺ എന്ന് മാർത്ത ചോദിക്കണം. മദർ ജോൺ ദ ഗവർണേഴ്സ് ദ ഓൺലി വിറ്റ്നസ് എഗെയിൻസ്റ്റ് ജോൺ ഗ്രിഷം. ജോൺ ഗ്രിഷത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ഒറ്റൊരു വിറ്റ്നസ്സേ ഉള്ളൂ, അത് നമ്മളുടെ അച്ഛനാണ്. ആൻഡ് മീ നെയിംഡ് ആഫ്റ്റർ ഹിം. എന്നിട്ട് നോക്ക്, എൻ്റെ കൂടെ അവരുടെ ഗ്രേഷത്തിന്റെ പേര് ഇട്ടിട്ടുണ്ട് ഫാദർ. ജോൺ ഗ്രഷം ബാൾഡ്വിൻ അറ്റ് യുവർ സർവീസ്. എൻ്റെ പേര് ജോൺ ഗ്രഷം ബാൾഡ്വിൻ ആണ് എന്ന് ഫുള്ളായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ജോൺ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേരും ഇതോടുകൂടെ മോശമായി എന്നാണ്. മാർത്ത യുവർ ഫാദർ വിൽ ഡു ഹിസ് ഡ്യൂട്ടി ജോൺ നോ മാറ്റർ വാട്ട് കംസ് ഓഫ് ഇറ്റ്. അപ്പോൾ മാർത്ത പറയാണ് നിങ്ങളുടെ ഫാദറിന്റെ ഡ്യൂട്ടി ചെയ്തിരിക്കും, അതിന് വേറൊന്നും തടസ്സമില്ല. നെക്സ്റ്റ് ജോൺ പറയാം ഷോർട്ട്ലി ഐ നോ ഇറ്റ് ആൻഡ് ഐ ആം നോട്ട് ഷുവർ ബട്ട് വാട്ട് ഇഫ് ഇറ്റ്സ് റൈറ്റ്. എനിക്കത് ശരിക്കറിയാം എന്ന് പറയാണ് ജോണ്. അപ്പൊ ഇവിടെ ജോൺ പറയാണ് ഇതൊക്കെ ശരിയാണെങ്കിലോ, അച്ഛൻ അതിന് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിലോ എന്ന് ഉള്ള രീതിയിൽ ജോൺ പറയാണ് വാട്ട് ഇഫ് ഇറ്റ്സ് റൈറ്റ്, എല്ലാവരും പറയുന്നത് കറക്റ്റ് ആണെങ്കിലോ എന്ന് പറയാണ്. ദേ ലുക്ക് അറ്റ് ഹിം ഇൻക്വയറിംഗ്ലി. There is John Gresham, grown rich in 20 years, and the governor pegging along as his secretary at $60 a week. ജോൺ പറയാ ജോൺ ഗ്രഷം നല്ല റിച്ചായി, 20 years കൊണ്ട് ഭയങ്കര റിച്ചായി. നമ്മളെ ഫാദറിനെ നോക്കൂ, ഇപ്പോഴും അയാളുടെ സെക്രട്ടറി ആയിട്ട് എന്താണ് $60 മേടിച്ചിട്ട് ഇരിക്കണം. അപ്പോൾ ഇവിടെ ജോൺ പറയണ എന്താന്ന് വെച്ചാൽ ജോൺ ഗ്രഷം നല്ല റിച്ചായി, 20 വർഷം കൊണ്ട് അയാൾ ഭയങ്കര റിച്ചായി. പക്ഷെ നമ്മളെ ഫാദറിനെ നോക്കൂ, പെഗ്ഗിങ് എലോങ് എന്ന് വെച്ചാൽ ലൈക്ക് കഠിനാധ്വാനം ചെയ്ത് അയാളുടെ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന $60 വീക്ക് മേടിച്ചിട്ട് എന്ന് പറയുന്നുണ്ട് ജോൺ. നെക്സ്റ്റ് മാർട്ട യുവർ ഫാദർ നെവർ കംപ്ലൈൻ. നിങ്ങളുടെ ഫാദർ അതിനെക്കുറിച്ച് ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. ജോൺ നോ ദാറ്റ്സ് ജസ്റ്റ് ദ പിറ്റി ഓഫ് ഇറ്റ്. അപ്പൊ ജോൺ പറയണ ശരിയാണ്, അച്ഛൻ ഒന്നും പറയില്ല, അതാണ് അതിലൊരു സങ്കടമുള്ള കാര്യം. ഡിഡിന്റ് കംപ്ലൈൻ. അച്ഛൻ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. വെൽ ഹി വിൽ ഹാവ് ഹിസ് ചാൻസ് ടുമോറോ. എന്നിട്ട് പറയാണ് നാളെ അച്ഛൻ അതിനൊരു ചാൻസ് കിട്ടും. He will go on the stand and when he is through they will put John Gresham where he wouldn't be able to hurt anybody for a while. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? he will go on the stand എന്ന് വെച്ചാൽ നമ്മൾ അച്ഛൻ കോടതിയിൽ പോയതിന് ശേഷം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. and when he is through അത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അതിനുശേഷം ആ കോർട്ട് പ്രൊസീജിയറിനൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ജോൺ ഗ്രഷത്തിനെ അവര് എന്താ പറയുക ഇപ്പോൾ ജോൺ ഗ്രഷത്തിന് ആരെയും വിഷമിപ്പിക്കേണ്ട അവസ്ഥ വരാത്ത ഒരു ഇടത്തെത്തിക്കും, അതായത് പ്രിസണിൽ കൊണ്ടുപോയിടും എന്നാണ് പറയുന്നത്. wasn't satisfied with underpaying his employees, had to rob his depositors. ഓൾറെഡി അയാളുടെ എംപ്ലോയീസിന് അണ്ടർ പേയിങ് ആണ് കൊടുക്കുന്നത്, അവർ അർഹിക്കുന്ന ഒരു പേയ്മെന്റ് കൊടുക്കുന്നില്ല. അതിനു പുറമെ ഈ ഡെപ്പോസിറ്റേഴ്സിന്റെ കാശും റോബ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സെർവ്സ് ഹിം ജോലി വെൽ റൈറ്റ്. അയാൾക്ക് ജോലിയായിട്ട് ജീവിക്കാനുള്ള എല്ലാ അതും ആയല്ലോ എന്ന് പറയണം. നെക്സ്റ്റ്
മാർത്ത rather timidly എന്ന് വെച്ചാൽ നെർവസ്ലി പേടിച്ചുകൊണ്ട് പറയാണ്. ഐ ഡോണ്ട് തിങ്ക് യുവർ ഫാദർ വുഡ് ലൈക്ക് യു ടു ടോക്ക് ദാറ്റ് വേ ജോൺ. നിങ്ങളുടെ ഫാദറിന് നീ ഈ സംസാരിക്കുന്ന രീതി ഇഷ്ടാവില്ല. ജോൺ ഷഗ്സ് ഹിസ് ഷോൾഡർ സ്പീക്സ് കണ്ടംപ്റ്റസ്ലി. അപ്പോൾ ജോൺ ഷോൾഡർ ഒന്ന് പൊക്കിയിട്ട് പറയാണ്, ഒരു പുച്ഛത്തോടെ പറയാണ്. മാർത്ത യുവർ ഫാദർ ഹാസ് നത്തിങ് എഗെയിൻസ്റ്റ് മിസ്റ്റർ ഗ്രിഷം. മിസ്റ്റർ ഗ്രിഷത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫാദറിന് ഒന്നുമില്ല. ഹി വിൽ ടെൽ ദ ട്രൂത്ത്, നത്തിങ് ബട്ട് ദ ട്രൂത്ത്. നിങ്ങളുടെ ഫാദർ സത്യം മാത്രമേ പറയുള്ളൂ. ജോൺ ഡിഡ് യു തിങ്ക് ഐ എക്സ്പെക്റ്റഡ് ഹിം ടു ലൈ? നോട്ട് ഫാദർ. ഹി വിൽ ടെൽ ദ ട്രൂത്ത്, ജസ്റ്റ് ദ ട്രൂത്ത്. ദേ വിൽ ബി പ്ലെന്റി. അപ്പോൾ എന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ഞാൻ തിങ്ക് ചെയ്യുന്നുണ്ട് നമ്മളെ ഫാദർ നുണ പറയുന്നു ഞാൻ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഫാദർ സത്യമേ പറയുള്ളൂ, സത്യം മാത്രം. ഇറ്റ് വിൽ ബി എ പ്ലെന്റി. അത് തന്നെ കുറെ ഉണ്ടാവും. എവി അറ്റ് ദ വിൻഡോ, ദർസ് ഫാദർ നൗ. അപ്പൊ എവി വിൻഡോക്ക് നോക്കിയിട്ട് പറയണം, അതാ അച്ഛൻ വരുന്നുണ്ട്. ദർ ഇസ് എ ക്ലിക്ക് ഓഫ് ദി ലാച്ച് കീ ഔട്ട്സൈഡ്. എവി മേക്സ് ഫോർ ദി ഡോർ. അപ്പോൾ പുറത്തുനിന്ന് വാതിൽ തുറക്കുന്ന സൗണ്ട് വന്നു. അപ്പൊ എവി ഡോറിന്റെ അടുത്തേക്ക് പോയി. മാർത്ത ഇവി യു സ്റ്റേ ഹിയർ, ലെറ്റ് മീ ടോക്ക് ടു ഹിം ഫസ്റ്റ്. അപ്പോൾ എവിനോട് പറയണം, നീ ഇവിടെ നിൽക്ക്, ഞാൻ അതൊന്ന് സംസാരിക്കട്ടെ. ഹറീസ് ഔട്ട്. ജോൺ ആൻഡ് ഇവി ലുക്ക് അറ്റ് ഈച്ച് അതർ. മാർത്ത പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോണും ഇവിയും രണ്ടാളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുകയാണ്. ജോൺ wonder what Grisham had to say to him. Ivy shrugs her shoulder. He turns away to the window. അപ്പോൾ ഇവിടെ ജോൺ പറയാണ്, ഗ്രിഷത്തിന് ഇപ്പം എന്താ പറയാനുണ്ടാവുക എന്ന് ചിന്തിക്കുകയാണ്. ഓക്കെ, എന്താ ഇപ്പം പറയാനുണ്ടാവുക? ഇവി ഷോൾഡർ ഒന്ന് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്, പൊന്തിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ജോണ് വിൻഡോന്റെ സൈഡിലോട്ടും തിരിയാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. മഴ പെയ്യാനും തുടങ്ങി എന്ന് ജോൺ പറയണം. ഇവി യെസ്, ശരിയാണ്. ദർ ഇസ് എ പോസ്. സഡൻലി ജോൺ ക്രോസസ് ടു ദി ഡോർ ആൻഡ് ഫ്ലിങ്സ് ഇറ്റ് ഓപ്പൺ. അപ്പോൾ ഒരു പോസ് ഉണ്ടായി, അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായി. എന്നിട്ട് ജോണ് ഡോറിന്റെ അടുത്ത് പോയി ഡോർ ഓപ്പൺ ചെയ്യാണ്. ജോൺ ഹലോ ഡാഡ്. ഡാഡിനോട് ഹലോ പറയാണ്. ബാൾഡ്വിൻ കമ്മിങ് ഇൻ ഫോളോഡ് ബൈ മാർത്ത. അപ്പോൾ മാർത്തനെ ഫോളോ ചെയ്തിട്ട് ബാൾഡ്വിൻ ഉള്ളിലോട്ട് കയറുകയാണ്. ഹൗ ആർ യു മൈ ബോയ് എന്ന് ബാൾഡ്വിൻ ചോദിക്കുകയാണ്. എങ്ങനെ സുഖല്ലേ എൻ്റെ ബോയ്? ജോണിനോടാണ് കേട്ടോ ചോദിക്കുന്നത്. ഹി ഷേക്സ് ഹാൻഡ്സ് വിത്ത് ജോൺ. ജോണിനോട്ട് ഷേക്ക് ഹാൻഡ് ചെയ്തു. ഇവി ഹി കിസ്സസ് ഹെർ. ഇവിക്കൊരു ഉമ്മയും കൊടുത്തു. നെക്സ്റ്റ് മാർത്ത യു ആർ ഷുവർ യുവർ ഷൂസ് ആർ ഇൻ വെറ്റ് റോബോട്ട്. അപ്പോൾ മാർത്ത ചോദിക്കുകയാണ്, നിങ്ങളുടെ ഷൂ നനഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ റോബോട്ട്? അപ്പോൾ ബാൾഡ്വിൻ ഷേക്കിംഗ് ഹിസ് ഹെഡ്. ബാൾഡ്വിൻ തല ആട്ടാണ്. ഐ ടുക്ക് ദ കാർ, നോട്ട് എ ഡ്രോപ്പ് ഓൺ മീ. സി, ഞാൻ കാറിലാണ് വന്നത്, അതുകൊണ്ട് എൻ്റെ ഷൂമ ഇതൊന്നും ആയിട്ടില്ല, നീ നോക്ക്. ഹി പാസസ് ഹിസ് ഹാൻഡ്സ് ഓവർ ഹിസ് സ്ലീവ്സ്. ഹി ഗോസ് ടു എ ചെയർ, സീറ്റ്സ് ദേർ ഇൻ ആൻ awkward പോസ്. അപ്പോൾ ഹാൻഡ് സ്ലീവ്സിലൂടെ ഇങ്ങനെ തലോടിയിട്ട് ചെയറിൽ പോയിരിക്കുകയാണ്. ഓക്കെ. ജോൺ വെൽ ഡാഡ്, ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് അബൌട്ട് ടൈം യു ടോൾഡ് അസ് സംതിങ്. അപ്പോൾ ഡാഡിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഞങ്ങളോട് എന്തെങ്കിലും പറയണം എന്ന് ഡാഡിന് തോന്നുന്നുണ്ടോ? ബാൾഡ്വിൻ ടോൾഡ് യു സംതിങ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ജോൺ. നിങ്ങളോട് എന്ത് പറയണം? എനിക്ക് മനസ്സിലാവുന്നില്ല ജോൺ. ജോൺ പീപ്പിൾ ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് യു, സെയിങ് തിങ്സ്. എല്ലാവരും ജനങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ബാൾഡ്വിൻ വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് ജോൺ? എന്ത് കാര്യങ്ങളാണ് അവർ പറയുന്നത് എന്നെ കുറിച്ച് ചോദിക്കണം. ജോൺ യു ക്യാൻ ഇമാജിൻ റോട്ടൻ തിങ്സ് ആൻഡ് ഐ കുഡിൻ കോൺട്രാഡിക്ട് ദം. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ, മോശം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് അതിനെക്കുറിച്ച് കോൺട്രാഡിക്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഓപ്പോസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. കോൺട്രാഡിക്ട് എന്നൊരു അർത്ഥം അതാണ് കേട്ടോ. നെക്സ്റ്റ് ബാൾഡ്വിൻ വൈ നോട്ട് ജോൺ? എന്തുകൊണ്ട് പറ്റുന്നില്ല ജോൺ എന്ന് ബാൾഡ്വിൻ ചോദിക്കുന്നു. ജോൺ ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ, എനിക്ക് അറിയാത്തതുകൊണ്ടാണ് പറ്റാത്തത് എന്ന് പറയുന്നു. ബാൾഡ്വിൻ ഡിഡ് യു ഹാവ് ടു നോ? വാസന്റ് ഇറ്റ് ഇനഫ് ദാറ്റ് യു ന്യൂ യുവർ ഫാദർ? അപ്പോൾ നിനക്ക് എന്തുകൊണ്ടാണ് അറിയാത്തത്? നിനക്ക് നിന്റെ ഫാദറിന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ജോൺ ആഫ്റ്റർ എ പോസ് ഐ ബെഗ് യുവർ പാർഡൺ സർ. അപ്പോൾ ജോൺ ഒന്ന് നിർത്തിയിട്ട് പറയാണ്, ഒന്നും കൂടി പ്ലീസ് എന്നുള്ള രീതിയിൽ. ഓക്കെ. ബാൾഡ്വിൻ ഇറ്റ് വാസ് ഓൺലി എ ഡേ ബിഫോർ ദി സ്മാഷ് അപ്പ് ദാറ്റ് ഐ ഫൗണ്ട് ഔട്ട് വാട്ട് ഗ്രിഷം വാസ് ഡൂയിങ്. ഹി പോസസ്. ദേ ആൾ
ദേ ആർ ലിസണിങ് ഇൻറ്റൻറ്റ്ലി. അപ്പോൾ എന്താണ് ആ സ്മാഷപ്പിന്, അതായത് ആ ഒരു തകർച്ചയുടെ മുമ്പ് മാത്രമാണ്, ബാങ്കിന്റെ ആ ഒരു തകർച്ചയുടെ ഒരു ദിവസം മുമ്പ് മാത്രമാണ് ഗ്രഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞുള്ളൂ, അതായത് ഈ സംഭവം ഞാൻ അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ദേ ആർ ലിസണിങ് ഇൻറ്റൻറ്റ്ലി, എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഇത് കേട്ടിരിക്കുകയാണ്. ഐ ടോൾഡ് ഹിം ഹി വുഡ് ഹാവ് ടു മേക്ക് ഗുഡ്, ഹി സെഡ് ഹി കുഡിൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചെയ്യരുതെന്ന്, പക്ഷെ ഗ്രഷത്തിന് പറ്റിയില്ല. ഇവി ആസ് ഹി ഡസ് നോട്ട് കണ്ടിന്യൂ ആൻഡ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ ബാൾഡ്വിൻ അവിടെ നിർത്തിയപ്പോൾ ഇവി ചോദിക്കുകയാണ് പിന്നെ എന്ത് സംഭവിച്ചു. ബാൾഡ്വിൻ ഐ ടോൾഡ് ഹിം ഹി വുഡ് ഹാവ് ടു ഡു ദ ബെസ്റ്റ് ഹി കുഡ് ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വുഡ് ബി ടു ക്ലോസ് ദി ബാങ്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഏറ്റവും നല്ലൊരു തീരുമാനം എടുക്കണം എന്നുള്ള, അതിൽ ഏറ്റവും നല്ല തീരുമാനം എന്ന് വെച്ചാൽ ആ ബാങ്ക് ഫസ്റ്റ് ക്ലോസ് ചെയ്യാന്നാണ്. ഹി ഡിഡിൻ വോണ്ട് ടു ഡു ദാറ്റ്. അപ്പോൾ ഗ്രഷത്തിന് അതും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മാർത്ത ബട്ട് ഹി ഡിഡ് ഇറ്റ്, പക്ഷെ അത് ചെയ്തല്ലോ. നെക്സ്റ്റ് ബാൾഡ്വിൻ ഐ മെയ്ഡ് ഹിം ഡു ഇറ്റ്, ഹി വാസ് ആംഗ്രി, വെരി ആംഗ്രി ബട്ട് ഐ ഹാഡ് ദ വൈപ്പ് ഹാൻഡ്. അപ്പം ഞാനാണ് അത് ചെയ്യിപ്പിച്ചത്, അതായത് ക്ലോസ് ചെയ്യിപ്പിച്ചത്. അതിന് എന്നോട് ഭയങ്കര ദേഷ്യമുണ്ട്. ഐ ഹാഡ് ദ വിപ്പ് ഹാൻഡ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എനിക്കതിൽ നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്, അതായത് ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് അതിലൊരു ഭയമില്ല. ഇവി ദ പേപ്പേഴ്സ് ഡിഡിൻ മെൻഷൻ ദാറ്റ്, പക്ഷേ ന്യൂസ് പേപ്പറിലൊന്നും അത് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. ബാൾഡ്വിൻ ഐ ഡിഡിൻ തിങ്ക് ഇറ്റ് വാസ് നെസസറി ടു ടെൽ ദം, ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അത് അവരോട്, അതായത് ഈ പേപ്പേഴ്സിനോട് ആൾക്കാരോട് പറയണം എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. അത് നെസസറി ആണ് അവരോട് പറയണമെന്ന് എനിക്ക് തോന്നിയില്ല. മാർത്ത ബട്ട് യു ലെറ്റ് യുവർ നെയിം റെസ്റ്റ് അണ്ടർ എ ക്ലൗഡ് മീൻ വൈൽ. ഇവിടെ റെസ്റ്റ് അണ്ടർ എ ക്ലൗഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ പേര് സംശയത്തിന്റെ നിഴലിലായല്ലോ, അതായത് നിങ്ങളൊന്നും മറുപടി കൊടുക്കാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേര് സംശയത്തിന്റെ നിഴലിലായല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ബാൾഡ്വിൻ ഇറ്റ് വിൽ ബി ക്ലിയർ ടുമോറോ വോണ്ട് ഇറ്റ് ഹി പോസസ്. അപ്പോൾ ബാൾഡ്വിൻ പറയണ അത് നാളത്തോടെ ആ സംശയങ്ങളൊക്കെ മാറിക്കോളും. Okay. Today Gresham sent for me. The trial begins in 24 hours. I am the only witness against him. He asked, you can guess what. ഋഷം എന്നെ വിളിപ്പിച്ചത് എന്താ വെച്ചാൽ നാളെ ട്രയൽ നടക്കുകയാണ്, അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഋഷത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും എന്നോട് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്താൽ മതിയല്ലോ. ജോൺ ഇൻഡിഗ്നന്റ്ലി, അപ്പോൾ ജോൺ ഇൻഡിഗ്നന്റ്ലി എന്ന് വെച്ചാൽ ഒരു വെറുപ്പോട് ഒരു ദേഷ്യത്തോട് കൂടി ചോദിക്കുകയാണ്. ഹി വാണ്ടഡ് യു ടു ലൈ ടു സേവ് ഹിസ് സ്കിൻ, വാണ്ടഡ് യു ടു പ്രെജർ യുവർ സെൽഫ്. അപ്പോൾ എന്താ പറയുക, ഗ്രേഷത്തിന് നിങ്ങൾ അച്ഛൻ നോണ പറഞ്ഞിട്ട് ഗ്രേഷത്തിനെ രക്ഷിക്കണം എന്നാണ് പറയണത്. സ്വന്തമായിട്ട് നോണയാണ് എന്നറിഞ്ഞിട്ട് അത് പറയണം എന്നാണോ അയാൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കണം. പ്രിജിയോ യുവർ സെൽഫ് എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നോണ പറയാം, അതാണ് പ്രിജിയോ യുവർ സെൽഫ് എന്ന് പറയുന്നത്. ബാൾഡ്വിൻ ദാറ്റ് വുഡിൻ ബി നെസസറി ജോൺ. അപ്പോൾ ബാൾഡ്വിൻ ജോണിനോട് പറയാണ് അതിന്റെ ആവശ്യമൊന്നും വരില്ല ജോൺ. ഹി ജസ്റ്റ് വാണ്ടഡ് മീ ടു ഹാവ് ആൻ അറ്റാക്ക് ഓഫ് പുവർ മെമ്മറി. എന്നോട് കള്ളം പറയാനൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഞാൻ മറന്നു അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല എന്നുള്ള രീതിയിൽ പറയാനാണ് പറഞ്ഞത്. ഇഫ് ഐ ടെൽ ഓൾ ഐ നോ ജോൺ ഗ്രഷം വിൽ ഗോ ടു ജയിൽ. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞാൽ ജോൺ ഗ്രഷം എന്തായാലും ജയിലിൽ പോകും. നോ പവർ ഓൺ എർത്ത് ക്യാൻ സേവ് ഹിം ഫ്രം ഇറ്റ്. ഒരു ശക്തിക്കും അതിനെ രക്ഷിക്കാൻ കഴിയില്ല. ബട്ട് ഹി വാണ്ടഡ് മീ ടു ഫോർഗെറ്റ് എ ലിറ്റിൽ ജസ്റ്റ് ദ എസെൻഷ്യൽ തിങ്സ്. അപ്പോൾ ഗ്രഷത്തിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മറക്കണം, അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ മറക്കണം, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയണം. വെൻ ദേ ക്വസ്റ്റ്യൻ മീ ഐ ക്യാൻ ആൻസർ ഐ ഡോണ്ട് റിമെമ്പർ. അവരെന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ആൻസർ ആയിട്ട് പറയണം എനിക്ക് ഓർമ്മയില്ല എന്ന് പറയണം എന്നാണ് ഗ്രഷം എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദേ കാൺ പ്രൂവ് ഐ ഡു റിമെമ്പർ ആൻഡ് ദർ യു ആർ. അപ്പോൾ അതായത് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അത് അറിയും എന്നുള്ളത് പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, അതായത് അതിനൊരു പ്രൂഫ് ഓഫ് എവിഡൻസോ ഇല്ല. ജോൺ പറയുന്നത് ഇറ്റ് വുഡ് ബി എ ലൈ ഡാഡ്. അതൊരു നുണയാണ് അച്ഛ എന്ന് പറയുന്നത്. ബാൾഡ്വിൻ സ്മൈലിംഗ് ഓഫ് കോഴ്സ് ബട്ട് ഇറ്റ്സ് ഡൺ എവറി ഡേ. അത് ശരിയാണ്, നുണയാണ്, പക്ഷെ അത് എല്ലാ ദിവസവും സംഭവിക്കുന്നതല്ലേ. ആൻഡ് ദേ കുഡിൻ ടച്ച് മീ എനി മോർ ദാൻ ദേ വുഡ് കൺവിക്ട് ഹിം. അപ്പോൾ ഇവിടെ എന്താണ് ബാൾഡ്വിൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ ഇതിൽ സേഫാണ്, അവർക്കൊക്കെ ഗ്രേഷത്തിനെ കുറ്റപ്പെടുത്താനേ കഴിയുള്ളൂ. മാർത്ത ക്വയറിംഗ് വിത്ത് ഇൻഡിഗ്നേഷൻ എന്ന് വെച്ചാൽ വെറുപ്പോടുകൂടി മാർത്ത ഹൗ ഡെയർ ഹി ആസ്ക്ഡ് സച്ച് എ തിങ്. അങ്ങനെ ഒരു കാര്യം അയാൾക്ക് ആവശ്യപ്പെടാൻ നിങ്ങളോട് കഴിഞ്ഞു എന്നോ?
ഇവി വാട്ട് ഡിഡ് യു സേ ഫാദർ? നിങ്ങൾ എന്ത് പറഞ്ഞു അയാളോട് ഫാദർ? ബാൽവിൻ സ്മൈലിംഗ് ആൻഡ് റൈസിംഗ് ഹിസ് ഹൈ ടു ജോൺസ്. ജോണിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സ്മൈൽ ചെയ്തിട്ട് പറയാണ്, വെൽ സൺ വാട്ട് വുഡ് യു ഹാവ് സെഡ്? നീ എന്ത് പറയും അങ്ങനത്തെ സിറ്റുവേഷനിൽ, നീ എന്ത് പറയുമെന്ന് പറയും. ജോൺ ഐ വുഡ് ഹാവ് ടോൾഡ് ഹിം ടു ഗോ ടു ദ ഡിവിൽ. പോയി തൊലയാൻ പറയുമായിരുന്നു. അപ്പോൾ ബാൽവിൻ നോഡിങ് ഐ ഡിഡ്. അപ്പോൾ ബാൽവിൻ തല ആട്ടിക്കൊണ്ട് പറയാണ്, അതെ അതന്നെ ഞാൻ ചെയ്തത്. നെക്സ്റ്റ് ജോൺ ബുള്ളി ഫോർ യു ഗവർണർ. അപ്പോൾ മകന് ഫാദറിന് സപ്പോർട്ട് ചെയ്യാണ്. ബുള്ളി ഫോർ യു എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ സപ്പോർട്ടായിട്ട് അതെ നന്നായി എന്നുള്ള ഉദ്ദേശമാണ്. മാത്ത ഹാഫ് ടു ഹെർ സെൽഫ് ഐ നോ എനിക്കറിയാം. ബാൽവിൻ ഐ ഡിഡ്ന്റ് യൂസ് യുവർ വേർഡ്സ് ജോൺ. ഞാൻ നീ ഉപയോഗിച്ച വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല ജോൺ. ഹി ഈസ് ടു ഓൾഡ് എ ഫ്രണ്ട് ഓഫ് മൈൻഡ് ഫോർ ദാറ്റ്. അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ അയാളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്, അതുകൊണ്ട് അങ്ങനത്തെ വേർഡ്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ബട്ട് ഡിഡിൻ മീൻസ് മാറ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് അയാളോടൊരു ഡിസഗ്രിമെന്റ് ഉണ്ട്, പക്ഷെ അത് ഒറ്റയടിക്ക് മുഖത്തടിച്ച് പറയാതെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്തായാലും ഗ്രഷത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇവി ആൻഡ് വാട്ട് ഡിഡ് ഹി സേ ദെൻ? അങ്ങനെ അതിനെന്ത് മറുപടിയാണ് ഗ്രഷം തന്നത്? ബാൽവിൻ ദർ വാസൻ മച്ച് ടു സേ. അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായില്ല. യു സി ഹി വാസൻ സർപ്രൈസ്ഡ്. അതിനെക്കുറിച്ച് അതായത് ഗ്രഷം സർപ്രൈസ്ഡും അല്ല. He has known me for 35 years and well, with simple pride. Anybody who know me for 35 years doesn't expect me to huggle. അപ്പോൾ ഇവിടെ എന്താണ്, എന്നെ 35 വർഷമായിട്ട് അറിയാം ഗ്രഷത്തിന്. അതുകൊണ്ട് തന്നെ ഗ്രഷത്തിന് ഒരു സർപ്രൈസ് ഇല്ല അതിൽ. അതുകൊണ്ട് തന്നെ 35 വർഷമായിട്ട് എന്നെ അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും എൻ്റെ അടുത്ത് നിന്ന് അതായത് ഞാൻ കള്ളം പറയും എന്ന് എക്സ്പെക്ട് ചെയ്യില്ല. എക്സ്പെക്ട് മീ ടു ഹഗിൾ വിത്ത് മൈ കോൺഷ്യസ്. അതായത് ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റ് പറയില്ല എന്ന് അവർക്ക് എന്തായാലും അറിയാം. 35 years ആയിട്ട് എന്നെ അറിയണുണ്ട്. ഇഫ് ഇറ്റ് ഹാഡ് ബീൻ എനിബഡി എൽസ് ഐ വുഡ് ഹാവ് സ്ട്രക്ക് ഹിം അക്രോസ് ദ ഫേസ്. ഗ്രഷമല്ലാതെ വേറൊരു വ്യക്തിയാണ് അത് ചോദിച്ചിരുന്നെങ്കിൽ എന്തായാലും ഞാൻ മുഖത്തടിച്ചിരുന്നു എന്ന് പറയുന്നത്. ബട്ട് ജോൺ ഗ്രഷം ആൻഡ് ഐ വർ ബോയ്സ് ടുഗെദർ. അതായത് അവരത്രയും കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ഫ്രണ്ട്സ് ആയിരുന്നു. വി വർക്ക്ഡ് സൈഡ് ബൈ സൈഡ്. ഞങ്ങൾ ഒപ്പം ഇരുന്ന് വർക്ക് ചെയ്തതാണ്. ആൻഡ് ഐ ഹാവ് ബീൻ ഇൻ ഹിസ് എംപ്ലോയ് എവർ സിൻസ് ഹി സ്റ്റാർട്ടഡ് ഇൻ ഫോർ ഹിംസെൽഫ്. He is desperate. He doesn't know what he is doing or he wouldn't have offered me money. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ഗ്രഷം എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതൽ ഗ്രഷത്തിന്റെ എംപ്ലോയി ആണ്. ഈസ് ഡെസ്പറേറ്റ്, അതായത് വിഷമത്തിലാണ്, അദ്ദേഹം വിഷമത്തിലാണ്. ഹി ഡസൻ നോ വാട്ട് ഹി ഈസ് ഡൂയിങ്, എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് ഹി ഓഫേർഡ് മീ മണി. ആ ഒരു ഇതിൽ എന്താണ് ചെയ്യുന്നത് പോലും അറിയാതെ എനിക്ക് മണി ഓഫർ ചെയ്തു. അപ്പോൾ ജോൺ ഫ്യൂരിയസ് ആയിട്ട് നല്ല ഇതിൽ ചോദിക്കുകയാണ്, ഓഫേർഡ് യു മണി ഡാഡ്? നിങ്ങൾ ഡാഡിന് മണിയും തന്നോ? അപ്പോൾ ബാൽവിൻ സിംപ്ലി യെസ് $100,000 $100,000 തന്നു. എവി വാട്ട്? എന്ത്? ബാൽവിൻ ഐ ഹാവ് ഗോട്ട് ഓൺലി എ ഫ്യൂ ഇയേഴ്സ് ടു ലീവ് ബട്ട് ഐ വിൽ ലീവ് ദോസ് ആസ് ഐ ലീവ്ഡ് ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. അതായത് എനിക്ക് ഇനി കുറച്ച് വർഷം കൂടെ ജീവിക്കാനുള്ളൂ, അത് ഞാൻ ഇതുവരെ ജീവിച്ച പോലെ തന്നെ ജീവിക്കും. ഐ വിൽ ഗോ ടു മൈ ഗ്രേവ് ക്ലീൻ. ഞാൻ എൻ്റെ ഗ്രേവിലോട്ട് ക്ലീൻ ആയിട്ട്, അതായത് നല്ലൊരു മനുഷ്യനായിട്ടേ പോവുള്ളൂ. മാർത്ത റോബോട്ട് എന്ന് ചോദിക്കുക. റോബോട്ട് എന്ന് മാർത്ത വിളിക്കുകയാണ്. ഈ മണി ഓഫർ ചെയ്തതിൽ ഫാമിലി അത് കേട്ടിട്ട് ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ബാൽവിൻ ഹി പുട്ട്സ് ഇറ്റ് അസൈഡ് ഫോർ മീ വിത്തൗട്ട് എനിബഡി നോയിങ് ഇറ്റ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിരിക്കുന്നു ആരും അറിയാതെ. ഇറ്റ്സ് ഔട്ട് ഓഫ് ഹിസ് പ്രൈവറ്റ് ഫോർച്യൂൺ. ഹി സേസ് ഇറ്റ്സ് നോട്ട് ദ ഡെപ്പോസിറ്റേഴ്സ് മണി ആസ് ഇഫ് ദാറ്റ് മെയ്ഡ് എനി ഡിഫറൻസ്. അപ്പോൾ ഗ്രഷം പറഞ്ഞിട്ടുണ്ട് അത് ഗ്രഷത്തിന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള സമ്പാദ്യത്തിൽ നിന്നാണ്, അല്ലാതെ ഈ ഡിപ്പോസിറ്റേഴ്സിന്റെ മണി എന്നല്ല. ആസ് ഇഫ് ഇറ്റ് മെയ്ഡ് എനി ഡിഫറൻസ്, അതായത് അത് രണ്ടൊന്നും എന്ത് വ്യത്യാസമാണുള്ളത്. അതായത് ഇപ്പോൾ ഓഫർ ചെയ്തിട്ടുള്ളത് ഒരു കൈക്കൂലിയാണ്. അപ്പോൾ ഇത് എനിക്കൊരു വ്യത്യാസം, അതിപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള സമ്പാദ്യമാണെങ്കിലും ഇങ്ങനെ സമ്പാദിച്ചാണെങ്കിലും എനിക്ക് അതിലൊരു വ്യത്യാസമില്ല, കൈക്കൂലി തന്നെയാണെന്നാണ് പറയുന്നത്. എവി ആസ് ഇഫ് ഹിപ്നോട്ടൈസ്ഡ്, അതായത് അന്താളിപ്പോടെ ചോദിക്കുകയാണ്, ഈ ഓഫേർഡ് യു $100,000 $100,000 ഓഫർ ചെയ്തോ? ബാൽവിൻ സ്മൈലിംഗ് അറ്റ് ഹെർ അമേസ്മെന്റ്. ബാൽവിൻ അവളുടെ അമേസ്മെന്റ് കണ്ടിട്ട് സ്മൈൽ ചെയ്താണ് പറയുന്നത്. ഐ വുഡ് ഹാവ് ഹാഡ് ഇറ്റ് ഫോർ ദി വൺ വേർഡ് യെസ് ഓർ ഈവൻ ഫോർ നോഡിങ് മൈ ഹെഡ് ഓർ എ ലുക്ക് ഓഫ് മൈ ഐസ്. എനിക്കത് കിട്ടുമായിരുന്നു ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, യെസ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ തലയൊന്ന് ആട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് കണ്ണിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടുമായിരുന്നു. അതായത് അത് ഷുവർ ആയിരുന്നു അത് കിട്ടും എന്നുള്ളത്. പക്ഷേ
എന്നുള്ള രീതിയിലാണ് ബാൽവിൻ പറഞ്ഞത്. ജോൺ, ഹൗ ഡു യു നോ ഹി മെൻ ഇറ്റ്? അത് അങ്ങനെയാണ് അർത്ഥമാക്കിയതെന്ന് എങ്ങനെ പറയാൻ പറ്റുകയെന്നാണ് ചോദിക്കുന്നത്. ബാൽവിൻ, ഹിസ് വേർഡ് ഈസ് ഗുഡ്. അവരുടെ വാക്കുകൾ അതായത് വാക്ക് അത്രയും കൃത്യമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ജോൺ, ഈവൻ നൗ, ഇപ്പോഴും. ബാൽവിൻ, ഹി നെവർ ലൈക്ക് ടു മീ ജോൺ, ഹി പോസസ്. അതായത് ഗ്രേഷ്യം ഒരിക്കലും എന്നോട് നുണ പറഞ്ഞിട്ടില്ല ജോൺ എന്ന് പറഞ്ഞിട്ട് പോസ്. ഐ സപ്പോസ് മൈ ഐ മസ്റ്റ് ഹാവ് ഷോൺ സംതിങ് ഐ ഡിഡ്ന്റ് ഫീൽ. He noticed it. He unlocked a drawer and showed me the 100,000. എൻ്റെ മനസ്സിൽ തോന്നാത്ത എന്തോ കാര്യം എൻ്റെ കണ്ണിൽ വന്നു. അത് ഗ്രഷത്തിന് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ അയാൾ ഡ്രോയർ അൺലോക്ക് ചെയ്തിട്ട് എനിക്ക് ആ 100,000 കാണിച്ചു തരുകയും ചെയ്യും. അതായത് എൻ്റെ അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ എന്തോ ആവശ്യമുള്ള പോലെ ഫീൽ ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഡ്രോയർ തുറന്ന് കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിൽ അത് ഫീൽ ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. ജോൺ, ഇൻ ക്യാഷ് ആയിട്ടോ? അങ്ങനെ കാണിച്ചെന്നോ? ബാൽവിൻ, ഇൻ $1,000 bill. ദേ were genuine. I examined them. $1,000 ബില്ലായിട്ട് കാണിച്ചു തന്നു. അതായത് ക്യാഷ് ആയിട്ട് തന്നെയാണെന്നാണ് പറയുന്നത്. ജെന്യൂൻ ആയിട്ട് അത് ഞാൻ എക്സാമിനും ചെയ്തു, ഞാൻ കാണുകയും ചെയ്തു. ഇവി സ്ലോലി. ആൻഡ് ഫോർ ദാറ്റ് ഹി വോണ്ടഡ് യു ടു സേ ഐ ഡോണ്ട് റിമെമ്പർ. അത്രയും തന്നിട്ട് പറഞ്ഞു ആകെ പറയാനുള്ളത് ഞാൻ ഓർക്കുന്നില്ല എന്ന് മാത്രമാണോ? ബാൽവിൻ സ്മൈലിംഗ്. ജസ്റ്റ് ദാറ്റ് 3 വേർഡ്സ് ഓൺലി. അത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, ആ 3 വേർഡ്സ് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിരിച്ചുകൊണ്ട് ബാൽവിൻ പറയാം. പാർട്ട് 1 നമുക്ക് ഇവിടെ നിർത്താം ഈ പേജിൽ. പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി വീഡിയോ ആയി പോകും, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങളുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.